നമസ്കാരം, ഞാൻ ഡോക്ടർ മിനി ആർ നായർ. അമൃത ജീവനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഉപ്പൂറ്റി വേദനയ്ക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു നാട്ടുമരുന്ന് പരിചയപ്പെടാം. ഉപ്പൂറ്റി വേദനയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണുമല്ലോ. ഉപ്പൂറ്റി വേദന ഇന്ന് പലരുടെയും വലിയൊരു പ്രശ്നമാണ്. പ്രായഭേദമന്യേ, ആൺപെൺ ഭേദമന്യേ എല്ലാവരിലും കണ്ടുവരുന്നു. പ്രത്യേകിച്ചും ചെറുപ്പക്കാരിലാണ് കാണുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അതൊക്കെ വിശദമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ഉപ്പൂറ്റി വേദനയ്ക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന നാട്ടുവൈദ്യത്തിലെ ഒരു മരുന്നാണ് പരിചയപ്പെടുത്തുന്നത്. ചെയ്യാൻ വളരെ എളുപ്പമാണ്. എരിക്കിൻ്റെ ഇലയാണ് ഉപയോഗിക്കുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കുറ്റിച്ചെടിയാണല്ലോ. നല്ല മാംസളമായ ഇലകളോടുകൂടിയ കാട്ടുപ്രദേശത്തും റോഡരികിലുമൊക്കെ നിൽക്കുന്ന ഒരു ചെടിയാണ് എരിക്ക. ഇതിൻ്റെ ഇല ആയുർവേദത്തിലെ പല മരുന്നുകളുടെയും ഒരു ഘടകമാണ്. പ്രത്യേകിച്ചും കിഴി പോലെയുള്ള മരുന്നുകൾക്ക് ഇത് ഉപയോഗിച്ചു വരുന്നു. എരിക്കില 2-3 പറിച്ചെടുത്ത് അതിൻ്റെ കറ കളയേണ്ട ആവശ്യമില്ല. കല്ലുപ്പ് അല്ലെങ്കിൽ ഇന്ദുപ്പും കൂട്ടി അരച്ചു വയ്ക്കുക. നമുക്ക് കാലിൻ്റെ വേദനയുള്ള ഭാഗം വൃത്തിയായി കഴുകി തുടച്ച ശേഷം അവിടെ അല്പം മുറിവെണ്ണയോ കൊട്ടൻ ചുക്കാതി തൈലമോ പുരട്ടുക. അതിനുശേഷം ഉപ്പ് കൂട്ടി അരച്ച എരിക്കില അവിടെ നല്ലതുപോലെ പുരട്ടുക. ഇത്തിരി കട്ടിക്ക് പുരട്ടണം. ജലാംശമുണ്ടാകും. ഇത് അരയ്ക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പിൻ്റെയും ഇലയിലുള്ള വെള്ളവും കൂടെ അത്യാവശ്യം കുഴമ്പ് രൂപത്തിൽ നമുക്ക് കിട്ടും. ഇത് ആ ഭാഗത്ത് പുരട്ടി ഒരു തുണി കൊണ്ട് നല്ലതുപോലെ കെട്ടിവെക്കുക. അതിൻ്റെ പുറമെ ഒരു സോക്സും കൂടെ ഇടുകയാണെങ്കിൽ അധികം സമയം നമുക്കിത് അതേ സ്ഥാനത്ത് തന്നെ വയ്ക്കാവുന്നതാണ്. കഴിയുമെങ്കിൽ കുറച്ച് സമയത്തേക്ക് നടക്കാതിരിക്കുക. ആ അരച്ച മരുന്നുമായിട്ട് ആ ഭാഗം കോണ്ടാക്റ്റിലിരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ കാല് ചെറു ചൂടുവെള്ളത്തിൽ, അത് ഉപ്പിട്ട് വെള്ളത്തിൽ കഴുകുന്നതാണ് കൂടുതൽ നല്ലത്. ഈ രീതിയിൽ ഒരാഴ്ചയിൽ 3-4 തവണ ചെയ്യാമെങ്കിൽ വളരെ നല്ലതാണ്. ഇതിൻ്റെ തുടർച്ചയായ ഉപയോഗം ഉപ്പൂറ്റി വേദനയ്ക്ക് വളരെയേറെ ആശ്വാസമേകുന്ന ഒന്നാണ്. ഇത് കാല് നമ്മൾ എരിക്കില അരച്ച് പുരട്ടിയ ശേഷം കഴുകുമ്പോൾ എരിക്കില ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ തന്നെ കഴുകുന്നതും പ്രയോജനം കൂട്ടുന്നതാണ്. ഇത് ചെയ്യാത്തവർ, പ്രത്യേകിച്ച് ഉപ്പൂറ്റി വേദനയുള്ളവർ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഈ അറിവ് മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യുക. പലർക്കും ഈ വീഡിയോ വളരെയേറെ പ്രയോജനം നൽകുന്ന ഒന്നായിരിക്കും. ഉപ്പൂറ്റി വേദന അത്രമാത്രം കോമണായി കണ്ടുവരുന്ന ഒന്നാണ്. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.